ഹലോ! വിഷുവിന് കണിയൊരുക്കാൻ വേണ്ടി കൊന്നപ്പൂ നോക്കിയിട്ട് ഞങ്ങൾ കാട്ടിലോട്ടൊന്ന് കയറിയിട്ടോ. പണ്ടത്തെ കാടൊന്നുമല്ല കേട്ടോ, കാട് ഭയങ്കരമായ മൂകാവസ്ഥയിലായിരുന്നു. കാണുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ പേടി തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴയ കാടെന്ന് പറയുമ്പോൾ ഞാനും ചേച്ചിയൊക്കെ പണ്ട് പശുവിനെ പുല്ല് കൊടുക്കാനും കെട്ടിയിടാനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പഴയ കാടെന്ന് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ഒരു കൊന്നമരം കണ്ടു, അതിൻ്റെ ഏറ്റവും ഉച്ചിയിലായിട്ടാണ് പൂവ് നിൽക്കുന്നത്. അപ്പോൾ മരത്തിൽ കയറിയിട്ട് തോട്ടിയിട്ടിട്ട് കിട്ടുമോ ഒക്കെ നോക്കിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് ഞാനിങ്ങനെ മരത്തിലൊക്കെ കയറിയിട്ടൊക്കെയായിരുന്നു കൊന്നപ്പൂ പൊട്ടിച്ചിരുന്നത്. പക്ഷെ പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ നമുക്ക് ഏജ് ഉണ്ട്, അന്നത്തേതിനെക്കാട്ടിലും വെയിറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ സക്സസ്ഫുള്ളായില്ല. വേറെ കൊന്നമരം കിട്ടുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു കേട്ടോ. കൊന്നമരത്തിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അവസാനം ക്ഷീണിച്ചു. എന്താണെന്നറിയോ, ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് വീണു ഗൈസ്. നല്ല വേദന ഉണ്ടായിരുന്നു. ആ വേദനയിലാണ് കേട്ടോ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ അതേ രണ്ട് കാട്ടുവാസികൾ ഇവരാദ്യമായിട്ടാണ് കാട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതിൻ്റേതായ എല്ലാ ത്രില്ലും അവരുടെ മുഖത്തുണ്ട്. അവർ നല്ല കളിയിലായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു പറങ്കി മാങ്ങ എനിക്ക് കിട്ടിയത് കേട്ടോ. കുറേ ആയി ഞാൻ കഴിച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് നന്നായി തുടച്ച് കഴിച്ചു. ജെൻസി കിഡിൻ്റെ പുച്ഛമാണ് ഇവളുടെ മുഖത്ത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ കൊന്നപ്പൂവിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഏട്ടൻ പറങ്കി മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിരുന്നു. ഈ കാണുന്ന വഴി കൂടെയൊക്കെയാണ് ഞാൻ എൻ്റെ ചേച്ചിയൊക്കെ ചെറുപ്പത്തിൽ പശുവിനെ കൊണ്ടുവന്ന് കെട്ടാനൊക്കെ വന്നായിരുന്നു. അന്ന് ഈ കാടിനോട് ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ വന്നായിരുന്നു. പക്ഷേ ഇന്ന് കാട് കാണുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. കാടിൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറിയ പോലെ മൊത്തം മൊന്ത പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പണ്ട് ഇവിടെയൊക്കെ നിറച്ച് വഴികളുണ്ടായിരുന്നു. ആളുകളൊക്കെ കാട്ടിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആടിനെയും പശുവിനെയൊക്കെ കെട്ടാനും പുല്ലരിയാനൊക്കെ വിറകുണ്ടാക്കാനൊക്കെ ആയിട്ട്. ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ടാവണം. ഇതൊരു കോമാവാണ്. അപ്പോൾ പണ്ട് ഞാനും ചേച്ചിയും കൂടെ പശുവിനൊക്കെ കെട്ടിയിട്ട് പോണ സമയത്ത് നിറയെ പഴുത്ത മാങ്ങ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. കോമാങ്ങ കഴിച്ചവർക്കറിയാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഒരു നെക്സ്റ്റ്. അങ്ങനെ ഇവരിത് ഈ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ, കാട്ടുവാസികൾ ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഏട്ടൻ വേറൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഇതേ കുറേ കാട്ടുവള്ളിയൊക്കെ മുറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റും കൂടെ നോക്കാമല്ലോ, എങ്ങാനും കണിക്കൊന്ന കിട്ടിയാലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് നമുക്ക് കണിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൊരു ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ദേ ഇവിടെ നിന്ന് ഒരു ചക്ക ഏട്ടൻ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് കാട്ടിലോട്ട് വന്നത് ഇവന് വേണ്ടിയിട്ടാണ്. ഇതാണ് പ്ലാശിൻ്റെ ഇല. അതായത് നമ്മൾ വിഷുവിൻ്റെ അന്ന് കണി കാണുന്ന സമയത്ത് കണ്ണന് അട ഉണ്ടാക്കുന്നത് ഈ ഇലയിലാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇല കിട്ടി. അപ്പോഴേക്കും നമ്മുടെ ഏട്ടൻ കോന്നമരത്തിൽ വള്ളിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോയി വലിച്ചു കേട്ടോ. എൻ്റെ ബാഡ് ലക്കിന് ഞാനല്ല, ഞങ്ങൾ 4 പേരും വീണ്ടും വീണു കേട്ടോ. അവസാനം കിട്ടിയതോ ഈ ഒരു കഷ്ണം കൊന്നപ്പൂവ്. ദേ കണ്ടില്ലേ മേലെ എത്ര തോനെ നിൽക്കുന്നുണ്ടെന്ന്. ഇതിനാണ് പറയുക സൈക്കോ കൊന്നാണ്. പിന്നെ ഇനിയും കാട്ടുകൂടെ നടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ വീണപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ പണി കിട്ടി തുടങ്ങി കേട്ടോ. ചെറിയ ബാക്ക് പെയിനും അതുപോലെ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നടക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോന്നു. അപ്പോഴാണ് അറിയുന്നത് വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് കുറേ കൊന്നപ്പൂ ഒരു വീട്ടിൽ പൂത്ത് നിൽക്കുന്നുണ്ടെന്ന് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ ഏട്ടനും കുട്ടികളും കൂടെ പോയി ഇതേ കൈ നിറച്ച് കൊന്നപ്പൂ കൊണ്ട് വന്നിട്ടുണ്ട്. പണ്ടുള്ളവർ പറയില്ലേ ഉണ്ടിരിക്കണ നായർക്ക് വിളി വന്നു എന്ന്, അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഒരാവശ്യമില്ലാത്ത കാട്ടിൽ കയറേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. നാളത്തെ എൻ്റെ വിഷു എന്താവോ എന്തോ.